Welcome to a class. Vijay Matthews, an easy way to English. ഒരു ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുന്നതാണ് നമ്മൾ പഠിക്കുക. അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യും, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇമ്പരറ്റീവ് സെന്റൻസാണ്. ഓരോ ടൈപ്പിൽപ്പെട്ട സെന്റൻസും ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നതിന് ഓരോ മെത്തേഡാണ്. അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെന്റൻസിനൊരു മെത്തേഡ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസിന് മറ്റൊരു മെത്തേഡ്, ഇമ്പരറ്റീവ് സെന്റൻസ് കമാൻഡ് ആൻഡ് റിക്വസ്റ്റ് ആണ്, അതൊരു മറ്റൊരു മെത്തേഡാണ്. എക്സാമിനേഷൻ ചോദിക്കും, റിപ്പോർട്ട് ദ ഫോളോയിങ് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് ഡാഷ് ABC തന്ന ഒരു സെന്റൻസ് തന്നിട്ട് ഏതാണ് കറക്റ്റ് എന്ന് എഴുതാൻ പറയും. അങ്ങനെ പല രീതിയിൽ ഇത് പ്രയോജനകരമാണ്. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നവരെല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. ഒരു കമാൻഡ് ആൻഡ് റിക്വസ്റ്റ്, അത് ഇമ്പരറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുന്നതെന്നാണ് നമ്മളിവിടെ പഠിക്കുക. The headmaster said to the boy, "Go and take a map of India from the office." The headmaster asked the boy to go and take a map of India from the office. അത് എങ്ങനെ ഡയറക്റ്റ് സ്പീച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തെന്ന് മനസ്സിലാക്കണം. The headmaster said to the boy, "Go and take a map of India from the office." The headmaster said to the boy എന്നുള്ളത് നമ്മൾ the headmaster asked the boy എന്നാക്കും. asked the boy എന്ന് വരുമ്പോൾ ചോദിച്ചു എന്നല്ല, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആധികാരികമായിട്ട് പറയുന്നതിന് asked എന്ന് പറയും. ഓർഡേഡ്, കമാൻഡഡ് എന്നൊക്കെ ജഡ്ജ്, കമാൻഡർ ഇൻ ചീഫ് എന്നൊക്കെ പറയും. അവരൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഓർഡർ കൊടുക്കുമ്പോൾ ഓർഡേഡ്, കമാൻഡഡ് എന്ന് പറയും. ഇവിടെ ഹെഡ്മാസ്റ്റർ ആണ് കുട്ടിയോടാണ് പറയുന്നത്. The headmaster asked the boy to go and take a map of India from the office. നമുക്ക് സെനൻസ് കിട്ടിയപ്പോഴേ ഏത് ടൈപ്പിൽപ്പെട്ട സെനൻസ് ആണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ഇമ്പരറ്റീവ് സെനൻസ് ആണ്. Go and take a map of India from the office. The headmaster asked the boy to go and take a map of India from the office. The teacher said to the girl, "Don't make much noise." The teacher asked the girl not to make much noise. Don't not to മാറുന്നു, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. The teacher asked the girl, "Don't make much noise." The teacher asked the girl not to make much noise. The child said to the mother, "Please give me some seeds." The child requested her mother to give her some seeds. The judge said, "Guards, take him to the prison." The judge ordered the guards to take him to the prison. ജഡ്ജ്, കമാൻഡർ ഇൻ ചീഫ് പറയുമ്പോൾ ഓർഡേഡ്, കമാൻഡഡ് എന്ന് പറയും. The judge said, "Guards, take him to the prison." The judge ordered the guards to take him to the prison. സെനൻസ് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നത് നമ്മൾ കണ്ടു. കൂടുതൽ എക്സസൈസ് ഉണ്ട്. ആൻഡ് ഈസി വേ ടു ഇംഗ്ലീഷ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് ജനറൽ നോളേജ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ധാരാളം എക്സസൈസ് കൊടുത്തുള്ളൂ. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന അധ്യായത്തിൽ അത് റെഫർ ചെയ്താൽ വളരെ ഭംഗിയായി നന്നായി ഇത് ഈ ക്ലാസ് ഫോളോ ചെയ്യുകയും പുസ്തകം ഫോളോ ചെയ്താൽ യു വിൽ ബി ഓൾ റൈറ്റ് ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇനി നമ്മൾ എക്സ്ക്ലമേഷൻസ് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നത്? എക്സ്ക്ലമേറ്ററി സെനൻസസ്. The girl said, "What a beautiful flower it is." The girl exclaimed that it was a beautiful flower. ഏതാണ്ട് അസേർട്ടീവ് സെനൻസുമായിട്ട് അല്പം സാമ്യം, സിമിലാരിറ്റി. The girl said, "What a beautiful flower it is."
the girl exclaimed that it was a beautiful flower. What a beautiful flower it is ഉള്ളത് അസർട്ടീവ് സെൻസ് ആകണം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. The girl exclaimed that it was a beautiful flower. ഈ ഇൻട്രോഗേറ്റീവ് എക്സ്ക്ലമേറ്റീവ് സെൻസിന്റെ ഏത് വന്നാലും നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ്ക്ലൈംഡ് ദാറ്റ്. അസർട്ടീവ് എക്സ്ക്ലമേറ്റീവ് സെൻസ് അസർട്ടീവ് സെൻസിലേക്ക് ആക്കണം. It is a beautiful flower. It was a beautiful flower. How amazing it is, he said. He exclaimed that it was very amazing. How amazing it is എന്നുള്ളത് അസർട്ടീവ് സെൻസ് ആക്കുകയാണ്. ഇറ്റ് ഈസ് വെരി അമേസിങ്. അത് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുന്നു. He exclaimed that it was very amazing. വളരെ എളുപ്പം. നമ്മൾ ഇമ്പേരറ്റീവ് സെൻസും എക്സ്ക്ലമേറ്റീവ് സെൻസും എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമെന്ന് കണ്ടു. കൂടുതൽ എക്സസൈസ് ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഈസി. ഈ വീഡിയോ ഇവിടെ തീരുന്നു. അടുത്ത വീഡിയോ അടുത്ത ദിവസം.